ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവർ ലൈഫ് ബൈ ശ്രീലക്ഷ്മി. ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ചെയ്യുന്ന കുറച്ച് പണികളൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാം. നിങ്ങൾ എത്ര പേര് ഇത് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് പുതിയ വീട്ടിലേക്ക് വന്നേ പിന്നെ അടിച്ചു വരിക എന്നുള്ളതാണ്. കാരണം ചുറ്റും മിറ്റമുണ്ട്, അതും വലിയ മിറ്റമൊന്നുമല്ല, എന്നാൽ വൃത്തിയാക്കി കിടന്നാൽ പെട്ടെന്ന് വൃത്തിയാക്കാൻ എളുപ്പമുള്ളൊരു മിറ്റാണ്. പക്ഷേ എങ്കിലും നിറയെ ചപ്പും ചവറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുന്ന വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. ചുറ്റും ഞങ്ങളുടെ അയൽവക്കക്കാർ മൊത്തം 2 ഇല വീഴുമ്പോഴത്തേനും അപ്പം തന്നെ അടിച്ച് വാരിയിട്ട് ക്ലീനാക്കുന്ന, 2 ഇല വീഴുമ്പോഴത്തേനും ചൂലും കൊണ്ട് ഇറങ്ങും. അങ്ങനത്തെ ടീമുകളാണ് മൊത്തം. അപ്പോൾ അവർ അത്രയും വൃത്തിയുള്ള ആൾക്കാരെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒരു നേരം എനിക്കൊണ്ട് അടിച്ച് വരാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതങ്ങ് ചെയ്തിടും. മുറ്റം വൃത്തിയായി കിടക്കുമ്പോൾ ഒരു സമാധാനം, ഒരു സന്തോഷം അത് കാണുമ്പോൾ. അപ്പോൾ അതാണ്, വേറെ ഒന്നുമല്ല. പണ്ടേ എനിക്ക് മിറ്റടിക്കാൻ ഭയങ്കര മടിയുള്ള ആളായിരുന്നു ഞാൻ കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ ആയാലും ഞാൻ വളരെ ചെറുപ്പത്തിൽ തൊട്ട് ചെയ്യുന്ന പണിയാണ് മിറ്റടിക്കൽ. അതുകൊണ്ടാണ് എനിക്ക് മിറ്റടിക്കാൻ ഇത്ര മടി. പക്ഷേ ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ മിറ്റടിക്കുന്നതിൻ്റെ പ്രാധാന്യം ഞാൻ വളരെയധികം മനസ്സിലാക്കുന്നു കേട്ടോ. അന്ന് എന്തുകൊണ്ടാണ് എൻ്റെ അമ്മ മിറ്റടിക്ക് രാവിലെ എണീറ്റ് മിറ്റടിക്കും എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അതിനുശേഷം ഞാൻ ഇവിടെ കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെളിയായി കിടക്കുന്ന അതൊക്കെ ഒന്ന് അടിച്ച് കഴുകിയിട്ടു. പിന്നെ പിള്ളേരും അഭിയേട്ടനൊക്കെ നല്ല ഉറക്കമായിരുന്നു. അപ്പോഴാണ് ഞാൻ അടിച്ചു വരാൻ വന്നത്. ഇപ്പോൾ അതാ വന്ന് നോക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ കുഞ്ഞനെയും കൂട്ടി ഞാൻ പുറത്ത് കുറേ സമയം ചെന്നിരുന്നു. നല്ല മഴയാണ് കേട്ടോ. ബദ്രുവിനെയും കൂട്ടി കുറച്ച് സമയം അവൻ്റെ കൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിരുന്നു. അവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് വർത്തമാനം പറയാൻ, കളിക്കാൻ, ചിരിക്കാൻ, ചുറ്റുമുള്ള ആൾക്കാരെ കാണാൻ. അവന് അറിയാത്ത ആൾക്കാരുടെ അടുത്ത് ഒരു പരിചയക്കുറവില്ല കേട്ടോ. അങ്ങനത്തെ ഒരു കുഞ്ഞവൻ. അവൻ ആരെടുത്തും മയങ്ങി അങ്ങ് ചെല്ലും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് സത്യത്തിൽ. മൂത്ത മോനാണെന്ന് വെച്ചാൽ അവൻ അങ്ങനെ ആരുടെ അടുത്തും അങ്ങനെ അങ്ങ് പരിചയക്കുറവ് അവൻ കാണിക്കുക തന്നെ ചെയ്യും. പക്ഷേ കുഞ്ഞിന് ആരെയും ഒരു പരിചയക്കുറവില്ല കേട്ടോ. അങ്ങനത്തെ ഒരാളാണ് അവൻ. അപ്പോൾ അവനെയും കൊണ്ട് ഇങ്ങനെ നല്ല മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയാണ്. എനിക്കിങ്ങനെ രാവിലെ തന്നെ ഒറ്റയ്ക്കിരിക്കുന്ന കുറച്ച് സമയങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞുങ്ങൾ എഴുന്നേറ്റിട്ടില്ലെങ്കിലും നമ്മൾ ഒറ്റയ്ക്കായാലും ഇരിക്കുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ അന്നത്തെ ഒരു ദിവസം ആ ഒരു സമയം നമുക്ക് ഒറ്റയ്ക്കിരിക്കാൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്നപ്പോൾ ഇവിടെ അഭിയേട്ടൻ്റെ അമ്മയുണ്ട്, മമ്മിയുണ്ട്. അപ്പം മമ്മി ജോലിക്ക് പോകുമ്പോൾ രാവിലെ തന്നെ ചോറ് വെച്ച് വെക്കും. അതുകൊണ്ട് എനിക്ക് ചോറ് വെക്കണമല്ലോ അങ്ങനത്തെ ടെൻഷനില്ല. പിന്നെ കറി തലേ ദിവസത്തെ ഞാൻ വെച്ചത് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അന്നത്തെ ദിവസം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി എന്തെങ്കിലും. പിന്നെ കറിയൊന്നും അങ്ങനെയൊന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയിൽ തുടച്ചിട്ടു. ഇവിടെ കിച്ചണിൽ പെട്ടെന്ന് ഉറുമ്പ് വരുന്നുണ്ട്. എനിക്കറിയില്ല എന്താണെന്ന്, പെട്ടെന്ന് ഉറുമ്പ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സാധനമോ അല്ലെങ്കിൽ ഒരു എണ്ണമയോ പഞ്ചസാരേൻ്റെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇങ്ങനെ തരിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉറുമ്പ് വരും. കടിക്കാത്ത ഉറുമ്പാണ് എങ്കിൽ പോലും എന്തോ ഒരു പോലെയല്ലേ ഫുഡിലൊക്കെ വന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴെപ്പോഴും കിച്ചണിൻ്റെ സ്ലാബ് തുടച്ചുകൊണ്ടിരിക്കലാണ് എൻ്റെ വലിയൊരു പണി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അരിയൊക്കെ പകർത്തി നിറച്ച് വെക്കുകയാണ്. പിന്നെ ആ ഒരു ടേബിളും അങ്ങ് തുടച്ച്. ഈ ടേബിൾ ഒരുപാട് നാളായി നമ്മൾ വാങ്ങിച്ചിട്ട്, ഇത് ആകെ പോയി. എന്നാലും എൻ്റെ ഹസ്ബൻഡിന് ആ ഒരു ടേബിളിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റാണ് കേട്ടോ. അതുകൊണ്ട് അത് അത് ഏകദേശം പോയ പോലെയായി, പക്ഷെ അത് കളഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഞാനത് കിച്ചണിലേക്ക് എടുത്തിടാമെന്ന് പറഞ്ഞു. കാരണം കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ വെക്കാൻ ആവശ്യം വരും എന്ന് ഓർത്തു. പിന്നെ ഞാൻ എൻ്റെ ഒരു സ്പൈസി ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. ഈ ഉപ്പുമാവ് സാധാരണ അഭിയേട്ടൻ മാത്രമേ കഴിക്കൂ, ഞാനൊന്നും കഴിക്കില്ല, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇതിന് മുന്നൊരു ഉപ്പുമാവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എൻ്റെ ഉപ്പുമാവ് എങ്ങനെയാണ്. ഇത് അതിൽ നിന്നും വളരെയധികം വ്യത്യാസമുള്ളൊരു ഉപ്പുമാവാണ് കേട്ടോ. സ്പൈസി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ്. തക്കാളിയൊക്കെ ഇടുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾ ചോദിക്കാൻ വെച്ചാൽ ഞാൻ ഒരു ഷോർട്ടായിട്ട് ചെയ്യാം കേട്ടോ. ഉപ്മാവ് ഉണ്ടാക്കി വെച്ചു. പിന്നെ ചായ ഓൾറെഡി മമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ പണികളൊന്നുമില്ല. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. പാത്രങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ കിച്ചണിലല്ല പാത്രങ്ങൾ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വർക്ക് ഏരിയയിലാണ് വാഷ് ബേസിൻ. അപ്പോൾ അവിടെയാണ് പാത്രങ്ങൾ കഴുകേണ്ടത്. കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് വർക്ക് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്ക് കൊണ്ടുപോകുക, കിച്ചണിൽ നിന്ന് കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞ പാത്രങ്ങൾ എടുത്ത് വർക്ക് ഏരിയയിൽ കൊണ്ടുവയ്ക്കുക എന്നുള്ളത് കുറച്ച് ടഫാണെങ്കിലും കിച്ചണിൽ അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു നീറ്റായിട്ട് കിട്ടും എന്നുള്ളതാണ്. പുറത്ത് വർക്ക് ഏരിയയിൽ തന്നെ വാഷ് ബേസിനുള്ളതിൻ്റെ ഒരു ഉപകാരമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ.
വർക്ക് ഏരിയ പിന്നെ എങ്ങനെ അതൊരു വർക്ക് ഏരിയ തന്നെയാണ്, അത് എങ്ങനെ കിടന്നാലും അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ കിച്ചണിലൊക്കെ വാഷ് ബേസിനാണെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. ഇത് നന്നായി ഏതായാലും. അപ്പം ഞാൻ എൻ്റെ കൈയും ഒക്കെ ഒന്ന് തുടച്ച് അവിടെ എന്തൊക്കെയോ തുണികളൊക്കെ എന്തൊക്കെയോ മാറ്റിയും വിരിച്ചൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ വേസ്റ്റ്, അതായത് സവാളേൻ്റെ തൊലി, അങ്ങനത്തെ മുട്ടത്തോട്, അങ്ങനത്തെ കുറച്ച് വേസ്റ്റൊക്കെ സെപ്പറേറ്റാണ് വെക്കുന്നത്. ചെടികളിലോ റോസിലോ അല്ലെങ്കിൽ എൻ്റെ കാന്താരി ചെടീൻ്റെ കടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുട്ടേൻ്റെ തോട്, ഉള്ളിത്തോടൊക്കെ എടുത്തിട്ട് ഞാൻ പുറത്ത് പോവാണ്. എന്നിട്ട് എൻ്റെ കാന്താരി ചെടീൻ്റെ കടയ്ക്ക് ഞാനതൊക്കെ കൊണ്ടിട്ടു കേട്ടോ. അത് ഒരു പ്രയോജനമാവട്ടെ അതിൽ കിടന്നിട്ട്, നല്ലതാണെന്ന് എൻ്റെ അടുത്ത് ഇവിടെ മമ്മിയും ഇവിടെ അബിയേട്ടനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടുവന്നിട്ടു. അതിനുശേഷം പിന്നെ വർക്ക് ഏരിയയിൽ എന്തൊക്കെയോ അടുക്കി പറക്കി വെച്ച് കഴിഞ്ഞ് പിന്നെ പിള്ളേരുടെ അടുത്ത് പോയി. അവർക്ക് ഞാൻ TV വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 ആൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ആളും TV കാണാൻ അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമാണ്. 2 ആൾ നിന്ന് കാണും, ഇരുന്നും നിന്നും കിടന്നും ഒക്കെ കാണും. ആവേശം വന്നു കഴിഞ്ഞാൽ ഒരുത്തൻ്റെ മേലെ കയറിയിരുന്ന് അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യും. പൊന്നൂട്ടനാണെങ്കിൽ അവനെ തള്ളിയിടാൻ നോക്കും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇടയ്ക്ക് ഞാൻ വന്ന് അങ്ങനെ നോക്കും എന്തെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ ചിലപ്പോൾ 2 ആൾ നീറ്റായിട്ടിരുന്ന് കാണുന്നുണ്ടാവും. അപ്പോൾ എനിക്കൊരു സമാധാനമാണ്. എന്നിട്ട് അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ മക്കളെ ശ്രദ്ധിച്ചുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ചെയ്തു തീർക്കുന്ന കാര്യം പെട്ടെന്ന് സടപടി ചെയ്തു തീർക്കണം. എനിക്ക് വെച്ചാൽ ഇതൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതായത് പെട്ടെന്ന് ചെയ്തു തീർക്കുക എന്നുള്ളത്. ഞാൻ എന്ത് കാര്യം ചെയ്യാൻ വെച്ചാലും അത് അത്യാവശ്യം ആസ്വദിച്ച് അല്ലെങ്കിൽ എൻ്റെ ഒരു സൗകര്യത്തിനാണ് ഞാൻ ചെയ്യാറ്. പക്ഷേ ഇത് എല്ലാം പെട്ടെന്ന് തീർക്കണം. എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് അങ്ങനെ വരുമ്പോൾ. പക്ഷെ എങ്കിൽ കൂടി എന്താ ചെയ്യുക, ഞാനിപ്പോൾ അതിലൊക്കെ ഒരുപാട് പൊരുത്തപ്പെട്ടു. കാരണം പെട്ടെന്ന് ചെയ്ത് തീർക്കുന്ന കാര്യത്തിലൊക്കെ ഒരുപാട് ഞാൻ പൊരുത്തപ്പെട്ടു. അതൊന്നും എനിക്കിതൊന്നും അംഗീകരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒക്കെ ഞാൻ ഏകദേശം ഓക്കെ ആയിട്ടോ. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നീ എങ്ങനെയാണ് 2 മക്കളെയും കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യുന്നത്? 2 മക്കളെ മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്കതൊരു സ്ട്രെസ്സാവും. പിന്നെ 2 മക്കളും അങ്ങനെ മക്കളെ ഇവിടെ ഇരിക്കി ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കേൾക്കുന്ന ടീമുകളല്ല ചേട്ടനും അനിയനും. അപ്പോൾ അവർ 2 പേര് ഇച്ചിരി കുറുമ്പന്മാരാണ്. അപ്പോൾ അവരെ മാനേജ് ചെയ്യൽ കുറച്ച് പാടാണ്. ഞാനും ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കാറുണ്ട് എങ്ങനെ പറ്റുന്നു. പക്ഷേ എങ്ങനെയോ അങ്ങ് നടന്നു പോകുന്നു, അല്ലെങ്കിൽ എങ്ങനെയോ അതങ്ങ് സാധിക്കുന്നു എന്നുള്ളതാണ് സത്യം കേട്ടോ. 2 ആളും ഇപ്പോൾ TV നിർത്തിയിട്ട് ഇപ്പോൾ ഫോണാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഫോണിലാണ് ഇരിക്കുന്നത്. ഞാനിതൊക്കെ നിർത്തിയതായിരുന്നു. കുറച്ച് നാളായിട്ട് ഞാൻ ഫോൺ ഇതൊക്കെ നിർത്തിയതായിരുന്നു. പിന്നെ ഇപ്പോൾ വീണ്ടും ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പഴയതുപോലെ ഏത് സമയവും TV, ഏത് സമയവും ഫോൺ എന്നല്ല കേട്ടോ. കുറച്ച് സമയം അവർ ആ ഫോണോ TVയിലോ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി സമയമൊക്കെ കളിയും ചിരിയും വർത്തമാനം പറയാൻ ശ്രമിക്കലും അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ തുടച്ച് കഴിഞ്ഞാൽ പിന്നത്തെ പണി അടിച്ചു വരലാണ്. അപ്പോഴത്തേനും ഞാൻ കുഞ്ഞ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബദ്രുവിനെ ഉറക്കിയതിന് ശേഷം ഞാൻ തുടയ്ക്കുകയാണ്. തുടയ്ക്കുമ്പോൾ ബക്കറ്റിൽ വെള്ളം കാണുമ്പോൾ എൻ്റെ മോന് ഭയങ്കര കൗതുകമാണ് കേട്ടോ, ആ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ആ ബക്കറ്റിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നത്. TV വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവന് ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല TVക്ക്. കാരണം അവിടെ വെള്ളം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരേ ഒരു വിചാരം മാത്രമേ അവനുള്ളൂ. അതാണ് ആ ബക്കറ്റിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ അവനെ വെച്ച് എങ്ങനെയൊക്കെയോ തുടച്ചു. പിന്നെ എൻ്റെ മോൻ തുടച്ച് വെള്ളം ഉണ്ടെങ്കിൽ അവൻ അങ്ങനെ ഓടുകയില്ല. സാധാരണ കുട്ടികളൊക്കെ തുടച്ച വെള്ളത്തിന് അവിടെ നിന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ അവർ എങ്ങനെയെങ്കിലുമൊക്കെ തെന്നി വീഴും. മോനാണെങ്കിൽ അത്ര സൂക്ഷിച്ചാണ് നടക്കുക. എനിക്കറിയില്ല അവൻ ഇത്ര ചെറുപ്പത്തിലേ എങ്ങനെയാണ് ഇങ്ങനെ ബ്രെയിൻ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന്. അവൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചായിട്ട് നടക്കുക, വീഴാതെ ഒക്കെ നടക്കുക. പിന്നെയും നമ്മൾ വലിയൊരു ചിലപ്പോൾ ശ്രദ്ധിക്കാതെ വീഴും. പക്ഷെ അവൻ താഴെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ അങ്ങനെയാണ് നടക്കുക കേട്ടോ. അങ്ങനെയാണ് എൻ്റെ മോൻ്റെ കാര്യം. കുഞ്ഞത് അങ്ങനെയല്ല, കുഞ്ഞതിനൊരു ബെല്ലും ബ്രേക്കില്ല. പൊന്നോട്ടൻ അങ്ങനെയാണ് കേട്ടോ. അവൻ അത്യാവശ്യം നല്ലോണം ശ്രദ്ധിക്കുന്ന കുട്ടിയാണ്. എന്നാൽ അവൻ്റെ കയ്യിലില്ലാത്ത കുരുത്തക്കേട് ഇല്ല താനും. പിന്നെ രാത്രിയായപ്പോൾ അഭിയേട്ടനും മമ്മിയൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞെത്തി. പിന്നെ നമ്മൾ കുറേ തുണികൾ കഴുകി, ഞാൻ കുളിച്ചു. അതിനുശേഷം പിന്നെ തുണികളൊക്കെ മടക്കി വെക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ രാത്രിത്തെ എൻ്റെ പരിപാടികൾ തുടങ്ങി. മീൻ വറുത്തു, പിന്നെ ഉണക്ക് വറുത്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ കുറച്ച് പണികൾ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.